നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ 28-ാം തീയതി കൊടുത്ത പരാതിന് മുകളിൽ പോലീസ് ഈ വീടൊന്ന് സന്ദർശിക്കണ്ടേ? ജസ്റ്റ് ആ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ രേഖാപരമായി തന്ന പരാതിൻ്റെ മുകളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പ്രതിൻ്റെ വീട്ടിലും വാദിയുടെ വീട്ടിലും ഒന്ന് പോയി കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോയാൽ പോരാ, എന്തെങ്കിലും ഒരു ചെറിയ നടപടി എടുക്കണ്ടേ? ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തുന്ന പണിയല്ലാണ്ട് ഒരു പണിയെടുത്തില്ല. എന്നിട്ട് അവിടെ ഒരു പഞ്ചായത്ത് അറിയാൻ നോക്കി ഇനി ഡ്രസ്സ് കൊണ്ടു കൊടുക്കണമെന്ന് അവർ പറഞ്ഞു എന്നല്ലാതെ, അതാണ് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ ആ പോലീസ് പറഞ്ഞതിൻ്റെ വാശി തീർത്തതാണ് കുട്ടീൻ്റെ ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ച് കണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചത്. പരാതി ഫെബ്രുവരി 28-ാം തീയതി നമ്മൾ സ്റ്റേഷനിൽ രേഖാപരമായി അപകടാവസ്ഥയാണ്, ഇവന് ഭീഷണിയുണ്ട്, നിരന്തരമായി കുട്ടിയെ മർദ്ദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി കൊടുത്താണ്. പരാതിൻ്റെ കൂടെ നമ്മൾ അവിടെ ഈ ഉമ്മനെ കൊന്ന ആഷിഖുമായി ഇവന് ബന്ധമുണ്ടെന്നും ഇവരൊക്കെ സുഹൃത്തുക്കളാണെന്നും ആ അപകടാവസ്ഥ ഈ കുട്ടിക്ക് മനസ്സിലായതുകൊണ്ട് പലതവണയും കുട്ടിയെ തന്നെ നീ നല്ലോണം നിന്നില്ലെങ്കിൽ, എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തന്നെ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായി കുട്ടി രക്ഷിതാവിനോട് ഇവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് രക്ഷിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യവും നമ്മൾ പോലീസിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 28-ാം തീയതി കൊടുത്ത പരാതിന് മുകളിൽ ഒരു തവണ സ്റ്റേഷനിൽ രണ്ടു കൂട്ടരും വിളിച്ചിരുത്തിയെന്നല്ലാതെ അവിടെ അങ്ങോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പോലീസ് നടത്തിയില്ല. ശേഷവും അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിറ്റിങ്ങളെ ഡ്രസ്സ് കൊടുക്കാനോ അതല്ലെങ്കിൽ ഇപ്പോൾ കുറേ ലോണുകളും കാര്യങ്ങളും ഉള്ളുണ്ട്. ഇവൻ്റെ വാടക വീട്ടിലാണ് ഇവിടെ ഈ കുട്ടിയുടെ രേഖകളൊക്കെ ഉള്ളത്, ആധാർ കാർഡ് ഉൾപ്പെടെ SLC ബുക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ വാങ്ങിക്കൊടുക്കണം. ഈ കുട്ടിയുടെ പേരിൽ പ്രൈവറ്റ് ബാങ്കുകളിൽ ഇന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണൊക്കെ ഇവളെ പേരിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ മാർച്ച് ആയതുകൊണ്ട് നിരന്തരമായി വീട് സന്ദർശിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു തീരുമാനമാക്കണം. ഇത് ഞങ്ങൾ രക്ഷിതാക്കൾ എന്നുള്ളവർക്ക് പിരിയണമെന്നല്ല കണ്ടിട്ടുള്ളത്, പോലീസ് ഇടപെട്ടിട്ട് വിഷയത്തിന് പരിഹാരം കാണണം എന്ന് പോലീസിനോട് നിരന്തരം പറഞ്ഞതാണ്. പരാതി കൊടുത്തതിന് ശേഷവും പലവട്ടവും നമ്മൾ ഇടപെട്ട് പറയാണ്. ആ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്താണ് കൃത്യമായ അലംഭാവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഏറ്റവും വലിയ അപകടം ഉണ്ടാവുമെന്ന് പലതവണ സൂചിപ്പിച്ചു. അപ്പോൾ കുട്ടീൻ്റെ ഉപ്പ ഈ അപകടം നടക്കുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചു. ഞാനാണ് പെറ്റീഷൻ കൊടുക്കുന്നതിലോ കാര്യങ്ങളിൽ ഇടപെട്ടതും. എന്നെ വിളിച്ച് പറഞ്ഞത് എന്തായാലും എനിക്ക് പേടിയാവുന്നുണ്ട്, അവനൊന്നും ചെയ്യാൻ മടിക്കില്ല, കാരണം സ്വബോധത്തിലായിരിക്കലുണ്ടാവുന്നത്. കാരണം ഏത് കൊച്ചുകുട്ടി പോലും ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇവർ MDMA ആയി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, നിരന്തരമായി ഇതിൻ്റെ കൂടെ ഉണ്ടതിൽ. അപ്പോൾ കൃത്യമായി ഈ രക്ഷിതാവ് തലേന്ന് വിളിച്ചെന്നോട് പറഞ്ഞു പോലീസിനോട് പറയണം, ഇവൻ ഞങ്ങളെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് ഞങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ പോലീസ് ഇടപെട്ടാൽ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ 28-ാം തീയതി കൊടുത്ത പരാതിന് മുകളിൽ പോലീസ് ഈ വീടൊന്ന് സന്ദർശിക്കണ്ടേ? ജസ്റ്റ് ആ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ രേഖാപരമായി തന്ന പരാതിൻ്റെ മുകളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പ്രതിൻ്റെ വീട്ടിലും വാദിയുടെ വീട്ടിലും ഒന്ന് പോയി കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോയാൽ പോരാ, എന്തെങ്കിലും ഒരു ചെറിയ നടപടി എടുക്കണ്ടേ? ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തുന്ന പണിയല്ലാണ്ട് ഒരു പണിയെടുത്തില്ല. എന്നിട്ട് അവിടെ ഒരു പഞ്ചായത്ത് അറിയാൻ നോക്കി ഇനി ഡ്രസ്സ് കൊണ്ടു കൊടുക്കണമെന്ന് അവർ പറഞ്ഞു എന്നല്ലാതെ, അതാണ് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ ആ പോലീസ് പറഞ്ഞതിൻ്റെ വാശി തീർത്തതാണ് കുട്ടീൻ്റെ ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ച് കണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചത്. അപ്പോൾ അതിൽ പോലും ആ വിവരവും പോലീസിന് നമ്മൾ അറിയിച്ച ആ വിവരവും PROനെ വിളിച്ചു. PROനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ വാങ്ങിയ ഡ്രസ്സല്ലേ അവന് കൊടുക്കാനാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. PRO എന്ന് പറഞ്ഞാൽ നൗഷാദ് സാറാണ്. അയാളെ കൃത്യമായി ഞാൻ പറഞ്ഞു, എൻ്റെ ഫോണിൽ വരെ അതിൻ്റെ തെളിവുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യാനാണെന്നാണ് ഈ PRO എന്നോട് പറഞ്ഞത്. അപ്പോൾ അപകടം ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം പോലീസിനുണ്ട്, എന്നിട്ട് പോലും തിരിഞ്ഞു നിൽക്കുകയാണ്. തലേ ദിവസം അതിന് പിതാവ് പറയുന്നതിന് മുമ്പേ ഞാൻ PROനോട് പറഞ്ഞു, ഇവൻ ഒന്നും ചെയ്യാൻ മടിക്കാത്തവനാണ്, ആഷിഖിൻ്റെ സുഹൃത്താണ്, അവിടെ അപകടം ഉണ്ട് എന്നുള്ളത് കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്നോട്. 28-ാം തീയതി പരാതി നൽകാൻ വന്നപ്പോൾ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെയും ഉപ്പനെയും കൊല്ലൂന്നാണ് പറഞ്ഞത്. എൻ്റെ കൂടെ ഒരു ഉപാധിയും ഇല്ലാതെ നീ പോന്നിട്ടില്ലെങ്കിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, അങ്ങനെയാണെങ്കിൽ എന്നെ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മരിച്ച ഷിബിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വിവരം ഞാൻ പോലീസിനോട് പറഞ്ഞു, ആ വിവരവും പോലീസിനോട് പറഞ്ഞു. അതും അവിടുന്ന് അനക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്?
എന്നാ പറയുന്നത്. എന്നിട്ട് അവിടെ പോലീസിൻ്റെ ഭാഗത്ത് പ്രയാസമുള്ളത് കൊണ്ടാണ് നമ്മൾ നാട്ടിലെ പൊതുപ്രവർത്തകരോടൊക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. കാരണം തുടക്കത്തിലെ നാട്ടിലെ പൊതുപ്രവർത്തകരോട് പറയുന്ന ഒരു കല്യാണം കഴിച്ചു, പിന്നീട് ഇയാളെ കൂടെ പ്രേമിച്ച് പോയതൊക്കെ ആണല്ലോ. അതിന് മാനസികമായ പ്രയാസം ഈ രക്ഷിതാവിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക്കിന് കൊടുക്കാനോ നാട്ടിലെ പൊതു സുഹൃത്തുക്കളോട് പറയാനോ ഒരു മാനസിക പ്രയാസമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്തും നമ്മളെ ബന്ധു ആയതുകൊണ്ടാണ് എന്നെ ഇവിടെ വന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ പൊതുപ്രവർത്തകരെന്നുള്ളവർക്ക് നാട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാർ അതിൽ ഇടപെട്ടു, ഇത് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കാൻ 4 മണിക്ക് വീട്ടിൽ വന്നു, സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്തു. പിന്നീട് വൈകുന്നേരം ഡ്രസ്സും എല്ലാം കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് ജാസിർ പോയിട്ടുള്ളത്. ആ വരവാണ് വൈകുന്നേരത്തെ വരവുണ്ടായത്. വൈകുന്നേരത്തെ വരവ് ശരിക്ക് കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ കത്തിയായിട്ട് തന്നെ വരുന്നത്. കൊല്ലുക എന്നാണ് ഓൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ കൂടെ വരില്ല എന്ന് രക്ഷിതാവ്, ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂടെ പറഞ്ഞു തേക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് രക്ഷിതാവ് യാസിറിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇടനിലക്കാർ മുഖേന എന്തായാലും പറഞ്ഞേക്കാൻ പറ്റൂല, കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് ബോധ്യപ്പെടുത്തി പ്രശ്നം തീർത്തിട്ടേ പറഞ്ഞേക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ തീർക്കും എന്നുള്ളിടത്താണ് യാസിർ പോയത്. അന്ന് വന്നതും തീർക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുള്ളൂ. കൂടെ വരാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ തീർക്കാനാണല്ലോ വരുന്നത്.